ഈ കടുക്ക ക്ലീൻ ആക്കുന്നവർ ശ്രദ്ധയിലേക്കാണ് കേട്ടോ. മൂപ്പര് കാണിച്ചു തരും എങ്ങനെയാണ് ഇത് ചെയ്യാന്നുള്ളത്. പലരും ഇത് ശ്രദ്ധിക്കില്ലല്ലേ? പലരും ഇത് ശ്രദ്ധിക്കോ? ഇപ്പൊ എങ്ങനെ തോട് ഒഴിവാക്കി കൊടുത്താൽ നിങ്ങൾ പൈസ വാങ്ങണില്ല. ഇപ്പൊ ഇറച്ചി മാത്രമേ കാണുന്നുള്ളൂ. അതിന്റെ അത് ക്ലിയർ ചെയ്തേക്കാണ്ട് എന്ത് ചെയ്യുന്ന അറിയോ, അതേമാതിരി ആക്കിയിട്ട് ഇതേമാതിരി എടുക്കുക. എന്നിൻ്റെ ദിവസം ഇങ്ങനെ എടുക്കുക. ഒരു യാതൊരു കേടും വരാതെ ഇതേമാതിരി എടുത്തിട്ട് നമ്മൾ അച്ചയിൽ കൊടുത്തിട്ട് കാര്യമില്ല. അത് അവർക്ക് ഉപയോഗിക്കുമ്പോൾ അവർക്ക് വേദനിക്കുക, വയറ് വേദനിക്കുക ഇതെല്ലാം ഉണ്ടാവും. അതില്ലാതിരിക്കാൻ ഇത് കൊണ്ടേക്കാണെങ്കിൽ ഇത് അവരും ഇതേമായി ഈ പണി ചെയ്യണം. അവര് ഇങ്ങനെ പലരും ചെയ്യാണ്ട് നിൽക്കലൊക്കെ ഉണ്ടാവുമോ? ഉണ്ട്. ഇവിടെ ഇപ്പൊ പിന്നെ റെയിൽവേ ഗേറ്റ് ഇതുണ്ടോ അടച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ അടയ്ക്കുമ്പോ അങ്ങനെ ആളുകൾ വണ്ടി ഇവിടെ അടുത്ത് നിർത്തുമ്പോ പിന്നെ എങ്ങനെ അങ്ങോട്ട് കേറലൊക്കെ ഉണ്ടോ? കടുക്ക ഇങ്ങനെ കാണുമ്പോ വരലുണ്ട്, വാങ്ങലുണ്ട്, കൊണ്ടുപോകലുണ്ട്. ഇതേണ്ട ഇവിടെ 100 കിലോ 100 റുപ്യ കണ്ടോ. അതുപോലെ എരുന്ത് 3 കിലോ 100. നമസ്കാരം. പിന്നെ ഞാനിവിടെ ഒരു ബ്ലോക്കിൽ റെയിൽവേൻ്റെ ബ്ലോക്ക് കുടുങ്ങിയപ്പോൾ വണ്ടി സൈഡാക്കിയപ്പോൾ ഇവിടെ ഒരു കാഴ്ച കണ്ടു. കുറഞ്ഞ പൈസക്കാണ് കടുക്ക കിട്ടുക. കിലോ 100 റുപ്യൊക്കെ ഉള്ളൂ. നല്ല ഫ്രഷ് കടുക്ക. അപ്പോൾ ഒരു പ്രായം ചെയ്യുന്ന ഒരു ഇക്കയാണ് ഇവിടെ നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ്റെ കച്ചവടം ഞാൻ കുറച്ച് ആളുകളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ച്. അതുമാത്രമല്ല ഈ കടുക്ക എന്താ പറയുക, ഈ തോട് പൊളിക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതൊക്കെ മൂപ്പര് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേർക്ക് ഇത് ഉപകാരപ്പെടുന്നൊരു വീഡിയോയും കൂടിയാണ്. പിന്നെ കടുക്ക ആർക്ക് കഷ്ടമില്ലാത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കടുക്ക കുറഞ്ഞ പൈസക്ക് നല്ല രീതിയിൽ കിട്ടുന്നത് കണ്ടപ്പോൾ അങ്ങളിലേക്കൊന്ന് എത്തിക്കുകയാണ്. അതിൻ്റെ പുറകിലാണ്. കണ്ടാ കാക്ക, എന്താ നിങ്ങളെ പേര്? മുഹമ്മദ് PK. അത് ശരി. കച്ചവടം ഇങ്ങനെ കണ്ടപ്പോൾ വന്നിട്ട് കയറിയതാണ്. നമുക്ക് എല്ലാവരും അറിയേണ്ട നമ്മളെ അവസ്ഥയാണല്ലോ. അതെ അതെ അതെ. നമ്മളെ പരിപാടി നടക്കണമെങ്കിൽ ഇത് എവിടുന്നാണ് ഈ കടുക്ക എവിടുന്ന കൊണ്ടുവരുന്നത്? പിന്നെ പരിപ്പാടി കടപ്പുറത്തുനിന്ന്. ഈ കടുക്ക ക്ലീൻ ആക്കുന്നവർ ശ്രദ്ധയിലേക്കാണ് കേട്ടോ. മൂപ്പര് കാണിച്ചു തരും എങ്ങനെയാണ് ഇത് ചെയ്യാന്നുള്ളത്. പലരും ഇത് ശ്രദ്ധിക്കില്ലല്ലേ? ഇതിന്ന് എടുത്ത് ഒഴിവാക്കുക. അപ്പൊ ഇത് എടുത്ത് ഒഴിവാക്കിയാൽ വയറ് വേദനിക്കതിനൊക്കെ ഉണ്ടെങ്കിൽ അതുണ്ടാവില്ല. അതില്ലാതായി അതുകൊണ്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ അതങ്ങനെ പോകുന്നിട്ടോ. എന്നതിൻ്റെ ഈ ഇതുകൊണ്ട് ഒഴിവാക്കിയിട്ട് ഈ ഇതിൻ്റെ ഉള്ളിൽ കുടുങ്ങിക്കണമെങ്കിൽ അതില്ലാതാക്കുക. ഇല്ലാതെ എപ്പോൾ വൃത്തിയായില്ലേ എന്നതിൻ്റെ ശേഷം ഇത് ഇങ്ങനെ ക്ലിയറാക്കി എടുക്കുക. ക്ലിയറാക്കി എടുത്തു കഴിഞ്ഞാൽ ഇതേമാതിരി കൈ കിട്ടും. ഇതേമാതിരി കൈ കിട്ടിയിട്ട് നമ്മൾ ഇതിൽ കണ്ടിടുക. എന്നതിൻ്റെ ശേഷം അതേമാതിരി അവിടെ അത് പൊരിക്കുക. എന്താ അവർ ചെയ്യണമെന്ന് വെച്ചാൽ അവർ ചെയ്യുക. ഇതുകൊണ്ട് ഇത് കഴിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഗുണങ്ങളിൽ തന്നെ നമുക്കുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ